മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ 2-3 പേർ തൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ കർത്താവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൽ വെച്ച് തോമസ് കുട്ടിയെയും ജെമിമയെയും അവരുടെ വിവാഹത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ അതിന് സഹായിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസൻ അവരെ ഉടമ്പടി ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരായി തീർക്കുവാനുള്ള കർത്താവിൻ്റെ ആ ഹൃദയത്തിലെ ആ വലിയ പദ്ധതിക്ക് സഹായിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ, പള്ളിത്തോട് സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പരീസ് അച്ചായനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ജമീമയുടെ സഭയുടെ ശുശ്രൂഷകനെ ഓർത്ത് ഞാൻ ദൈവത്തെ, സജി ജോർജ് ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ജോസഫിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജമീമയെയും അതുപോലെ തന്നെ തോമസ് കുട്ടിനെയും അവരെ വളർത്തി വലുതാക്കി അവരെ ദൈവഭക്തിയിൽ ഇത്രത്തോളം കൊണ്ടുവന്ന അവരുടെ മാതാപിതാക്കളെയും അവരെ പഠിപ്പിച്ച അധ്യാപകരെയും അവരുടെ സുഹൃത്തുക്കളെയും ഒക്കെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കൊരു കാര്യം അറിയാം, ഈ കോവിഡ് സമയത്ത് ആയതുകൊണ്ടാണ് ഈ 20 പേര് മാത്രമായിട്ട് ഈ കല്യാണ ശുശ്രൂഷ നടക്കുന്നത്. അല്ല എങ്കിൽ ജമീമയുടെ ബന്ധുമിത്രാദികള്, കൂട്ടുകാര്, തോമസ് കുട്ടി വളരെ ടെൻഷനിലാണ്, നല്ല സന്തോഷത്തിലിരിക്കണം. ഏറ്റവും നല്ലൊരു ദിവസമാണ് കേട്ടോ. ഹല്ലേലൂയ. തോമസ് കുട്ടിയുടെ പല വേണ്ടപ്പെട്ട ആൾക്കാരും ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ലോകം മുഴുവൻ തന്നെ കോവിഡിൻ്റെതായ പ്രശ്നത്തിൽ ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെ ലിമിറ്റഡ് ആക്കിയിരിക്കുകയാണ്. മറ്റൊരു വലിയ തരംഗം വരുമെന്ന് ഗവൺമെന്റും ഡോക്ടർമാരും ശാസ്ത്രലോകവും മനുഷ്യനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ ശുശ്രൂഷ മുഴുവനായി തന്നെ ഇത് വീഡിയോയിൽ പകർത്തുന്നു. ഇത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഇതിൽ സംബന്ധിക്കാൻ കഴിയാത്തവരും സംബന്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിവിധങ്ങളോട് ഞാൻ ഒരു ദൈവവചന ശുശ്രൂഷകൻ എന്ന നിലയിൽ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ നിശ്ചയമായും തോമസ് കുട്ടിയുടെയും ജമീമയുടെയും ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ കുടുംബജീവിതത്തിലേക്ക് അവർ ഭാര്യ ഭർത്താക്കന്മാരായി പോകാൻ പോകുന്ന ഈ സന്ദർഭത്തെ ഓർത്ത് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് ആദ്യമായി അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം, ഉൽപ്പത്തി പുസ്തകം, ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് ഉൽപ്പത്തി പുസ്തകം എന്നാണ്. അനേക ആരംഭങ്ങളുടെ പുസ്തകങ്ങൾ, അനേക സംസ്കാരങ്ങളുടെ ആരംഭത്തിന്റെ കാര്യങ്ങൾ എഴുതപ്പെട്ട പുസ്തകം, മനുഷ്യന് സൃഷ്ടിച്ച കാര്യം എഴുതപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ഇതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു. ഓരോ ദിവസം സൃഷ്ടികർമ്മം നടത്തുമ്പോഴും അതെല്ലാം വാക്കിനാൽ സൃഷ്ടിച്ചിട്ട് എല്ലാം നല്ലതായി, എല്ലാം നല്ലതായി, എല്ലാം നന്നെന്ന് കണ്ടു എന്നാണ് ദൈവവചനമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നന്നല്ലാത്ത എന്തെങ്കിലും ദൈവം കണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നാം കാണുന്നത് ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമായി കാണുന്ന അനേകരുണ്ട്.
എന്നാൽ അതൊരു മതമല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു റിലീജിയൻ അല്ല, ദാറ്റ്സ് എ റിലേഷൻഷിപ്പ്. അതൊരു ബന്ധമാണ്. ആരുമായിട്ടുള്ള ബന്ധം? ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവവുമായുള്ള ബന്ധം. അതുപോലെ സ്നേഹത്തോടെ മനുഷ്യനുമായുള്ള സ്നേഹത്തിന്റെ ബന്ധം. അങ്ങനെയാണെങ്കിൽ ഏകനായിരിക്കുന്ന ആദാമിനെ നോക്കി ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. കേട്ടോ, തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രകൃതിയിലുള്ള സകല മൃഗപക്ഷി ജാലങ്ങൾക്കൊക്കെയും ഇണകളുണ്ട്, ശരിയല്ലേ? എന്നാൽ ദൈവം മനുഷ്യന് തക്കതായിരിക്കുന്ന ഒരു തുണയെ കൊടുത്തു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒരു ബെസ്റ്റ് കമ്പാനിയൻ, ഒരു തക്കതായിരിക്കുന്ന ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. നാം ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവമാണ് ആദ്യമായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു മഹാനായ ഡോക്ടർ എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആദാം ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ മൃഗങ്ങളെയൊക്കെ കാണുമായിരുന്നു, പക്ഷെ തക്കതായ തുണിയൊന്നും കണ്ടില്ല. അങ്ങനെ അവൻ വിഷാദം ബാധിച്ചിരുന്നപ്പോഴായിരിക്കണം അവന്റെ മുഖം വാടിയത് കണ്ടിട്ടുണ്ടാവും. അവിടെ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ഏകനാക്കി നന്നല്ല, ഞാനൊരു തക്കതായി തുണയുണ്ടാക്കി കൊടുക്കും. എങ്ങനെ ഉണ്ടാക്കി കൊടുത്തത്? അവനൊരു ഗാഢനിദ്രയെ കൊടുത്തു. സാധാരണ ഉറക്കാണ് കൊടുത്തത്. ഇപ്പൊ തോമസ് കുട്ടി നന്നായി ഉറങ്ങാൻ നോക്കി, വിവാഹം കഴിഞ്ഞ് ജമീമ ചെന്ന് 2 തട്ട് കെട്ടി കഴിഞ്ഞാൽ ആരെഴുന്നേക്കും? തോമസ് കുട്ടി എഴുന്നേക്കും. ചില ആൾക്കാരൊക്കെ കുട്ടികൾ പഠിക്കാൻ അലാമൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങും. അലാം എഴുതിയാലും അവർ എഴുന്നേക്കില്ല. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കണം ഇവർ ചാടിപ്പടഞ്ഞ് എഴുന്നേക്കാൻ, എന്നാലും എഴുന്നേക്കും. എന്നാൽ ദൈവം ആദാമിന് ഒരു ഗാഢനിദ്ര, ഈ വാക്യം വായിച്ചിട്ടാണ് യഹൂദനായിരിക്കുന്ന ഒരു ഡോക്ടർ ക്ലോറോഫോം കണ്ടുപിടിച്ചത്. ഗാഢനിദ്ര വരുത്തുകയും അനസ്തേഷ്യ കൊടുത്തിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഗാഢനിദ്ര കൊടുത്ത് അവന്റെ എല്ലിൽ നിന്നൊന്ന് ഊരി അതിൽ നിന്ന് ഹവ്വയെ ഉണ്ടാക്കി. ഇന്ന് ശാസ്ത്രലോകം ഏറ്റവും വലിയതെന്ന് അവകാശപ്പെടുന്ന ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ നഖത്തിൽ നിന്നോ എൻ്റെ തലമുടിയിൽ നിന്നോ എൻ്റെ ഒരു സ്കിന്നിന്റെ പാർട്ടിൽ നിന്നോ എന്നെ പോലെ ഒരാളെ ഉണ്ടാക്കിയെടുക്കാനുള്ള കണ്ടുപിടുത്തമാണ് ക്ലോണിംഗ്. എന്നാൽ എൻ്റെ നഖത്തിൽ നിന്നോ എൻ്റെ സ്കിന്നിൽ നിന്നോ എൻ്റെ തലമുടിയിൽ നിന്നോ, എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, ജോയ്സിനെ ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജി ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ സർവജ്ഞാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വാക്യം വായിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത് എന്ന് പറയുവാൻ. ആരാണ് വിവാഹം സ്ഥാപിച്ചത്? ദൈവമാണ്. എന്നെ ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോ ജോസഫ് പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, മോന്റെ അവിടുത്തെ വരന്റെ പേരെന്താ? തോമസ് കുട്ടി. വളരെ ഇഷ്ടമുള്ള പേരാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മറക്കാൻ കഴിയാത്തൊരു പേരാ തോമസ് ലീയുടെ പേര്. തോമസ് കുട്ടി, നല്ല പേര്. ഞാൻ ചോദിച്ചു പെൺകുട്ടിയുടെ പേരെന്താ? അപ്പൊ പറഞ്ഞു ജമീമ. പെട്ടെന്ന് ഞാൻ ഈ ജമീമ ആരാണെന്ന് ആദ്യം, ഈ ജമീമ എന്നുള്ള പേര് മാതാപിതാക്കൾ ഇടണമെങ്കിൽ അവർ നിശ്ചയമായും ദൈവവചനമായോ ദൈവത്തിന്റെ ആലോചനയുമായിട്ടോ അറിവുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും ജമീമ എന്നുള്ള പേരുടെ ഒരു മുസ്ലിം പേരാണോ എന്ന് സംശയം തോന്നുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഇംഗ്ലീഷിൽ ജോബ് എന്നും പ്രൊട്ടസ്റ്റന്റുകാർ ഇയോബ് എന്നും അതുപോലെ മുസ്ലിമുകൾ ആയൂബ് എന്നായി തോന്നുന്നു വിളിക്കുന്നതായിരിക്കുന്ന ജോബിന്റെ മൂത്ത മകളുടെ പേരാണ് ജമീമ എന്നുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്നാമതായി ഞാൻ പറഞ്ഞത് വിവാഹം സ്ഥാപിച്ചത് ദൈവമാണ്.
മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ടിട്ടാണ് ദൈവം ഈ വിവാഹത്തെ സ്ഥാപിച്ചത്. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. വിവാഹത്തിന് പുറമേയുള്ള ലൈംഗിക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പായാലും വിവാഹത്തിന് ശേഷമായാലും ദുർനടപ്പ്, സെക്ഷൽ ഇമ്മോറാലിറ്റി എന്ന് വിളിക്കുന്നത് ദൈവസന്നിധിയിൽ വളരെ വലിയതായ പാപമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ദൈവം വിവാഹത്തെ സ്ഥാപിച്ചു. മാത്രമല്ല, കർത്താവായ യേശു തങ്ങളുടെ ശുശ്രൂഷകരെ എടുത്താൽ, മോശയെ എടുത്താൽ, അബ്രഹാമിനെ എടുത്താൽ, അതുപോലെ തന്നെ ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്ന പത്രോസിനെ എടുത്താൽ, ഈവൻ പൗലോസിനെ പോലും എടുത്താൽ അവർക്ക് വിവാഹിതരായിരുന്നു എന്നാണ് കാണുന്നത്. എന്തിനു പറയുന്നു? ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ തന്നെ വിവാഹിതനായിരിക്കണം എന്ന നിർബന്ധം. എന്ന് പറഞ്ഞാൽ ചില മതവിഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, വിവാഹം കഴിക്കാതിരുന്നാൽ ദൈവത്തിന് എന്തോ പ്രിയപ്പെട്ട വിശുദ്ധി ഉണ്ടെന്ന്. ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവരെ. ദൈവം വിവാഹത്തെ അനുഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവഭക്തിയുടെ ഒരു മാനദണ്ഡമായിട്ടോ വിശുദ്ധ ജീവിതത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടോ സഭാ ശുശ്രൂഷകന്മാരുടെ യോഗ്യതയായിട്ടോ ഒരാൾ അവിവാഹിതനായിരിക്കണം എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. തക്ക തുണയായിരിക്കാൻ ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. തോമസ് കുട്ടിക്ക് തക്ക തുണയായി മാറാൻ പോകുകയാണ് ആര്? ജമീമ. കേട്ടോ, ജമീമയ്ക്ക് തക്ക തുണയായിരിക്കാൻ പോവുകയാണ് ആര്? തോമസ് കുട്ടി. കേട്ടോ. എന്നാൽ തോമസ് കുട്ടി ഗൾഫിൽ പോയി, അപ്പൊ ജമീമയോട് ഒറ്റയ്ക്കാവില്ല. ശരിയാണല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു, ഇവർ തമ്മിൽ തമ്മിൽ തക്ക തുണകളാണെങ്കിലും ഇവർക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവൻ സ്വർഗസ്ഥനായ ദൈവമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അവരാണ് ഇന്ന് ഇവരെ യോജിപ്പിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, തക്ക തുണയായിരിക്കുവാൻ വേണ്ടി, വംശവർദ്ധനവിന് വേണ്ടി, കുടുംബമായി ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ വിവാഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് വിവാഹം ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ മറക്കരുത്. ദൈവമാണ് വിവാഹത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ വിവാഹത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തോമസ് കുട്ടിയുടെ ഭർത്താവായി മാറും, ജമീമ തോമസ് കുട്ടിയുടെ ഭാര്യയായി മാറും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ തോമസ് കുട്ടി എങ്ങനെയായിരിക്കണമെന്നും ജമീമ എങ്ങനെയായിരിക്കണമെന്നും വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ ഇവർ തുടങ്ങിയാൽ ഇവരുടെ ജീവിതം അനുഗ്രഹമാകുമെന്ന് മാത്രമല്ല, ഇന്ന് കണ്ണീരോടെ കുടുംബജീവിതം തകർക്കപ്പെട്ട അല്ലെങ്കിൽ തകരാൻ തുടങ്ങുന്ന അനേകരുടെ ജീവിതത്തിന് ഇവർ മാതൃകയായി മാറും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തോമസ് കുട്ടിയും ജമീമയും ഇന്ന് എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് പറയുന്നത് അതൊരു ചെറിയ തീരുമാനമല്ല, അത് ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ചു പേരെ എവിടെയുള്ളൂ, കുറെ പേര് ഇത് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർമ്മിപ്പിച്ച് പറയുന്നു, വിവാഹം എന്ന് പറയുന്നത് അതൊരു കുട്ടിക്കളിയല്ല. അതൊരു വസ്ത്രം മാറുന്നത് പോലെ മാറുന്ന തരത്തിലുള്ള വിവാഹ മോചനങ്ങളും ഡിവോഴ്സുകളും പുനർവിവാഹവും ഒന്നും ദൈവം മനുഷ്യന് വേണ്ടി പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ വിവാഹത്തെ വിളിക്കുന്നത് വിശുദ്ധ വിവാഹം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ വിളിക്കുന്നത്? വിശുദ്ധ വിവാഹം. എന്തുകൊണ്ടാണ് ബൈബിൾ ഈ വിവാഹത്തെ വിശുദ്ധ വിവാഹം എന്ന് വിളിക്കുന്നത്? അതിന് കാരണമുണ്ട്. എന്ന് പറഞ്ഞാൽ തോമസ് കുട്ടിയുടെ കർത്തവ്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞെടുത്ത് വളരെ വ്യക്തമായി അത് വിശുദ്ധമാണെന്ന് പറയുവാൻ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. തോമസ് കുട്ടി ആയിരിക്കുന്നത്
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ടാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ ദൈവസഭയെ കർത്താവായ യേശു തൻ്റെ രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് സ്നേഹിച്ചതുപോലെ തോമസ് ഊട്ടി ജമീമയെ സ്നേഹിക്കാൻ ഇന്ന് ഉടമ്പടി ചെയ്യുകയാണ്. കേട്ടോ തോമസ് ഊട്ടി? ആ സ്നേഹത്തെ വിളിക്കുന്ന പേര് ഒരു വികാരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹമല്ല. Praise the Lord. അത് അഗാപ്പേ ലവ്, സാക്രിഫിഷ്യൽ ലവ്, ത്യാഗപൂർണമായിരിക്കുന്ന സ്നേഹം. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് നിഴലെ പോലെയാണ് തോമസ് കുട്ടി എന്ന് പറയുമ്പോൾ ദൈവം വിവാഹം സ്ഥാപിച്ചതിന്റെ പിന്നിലുള്ള ആ വലിയ കാര്യം നമ്മൾ ഓർക്കണം. Praise the Lord. ഇനി എന്തൊക്കെ തോമസ് കുട്ടി ചെയ്യണം? ജീവന തുല്യം സ്നേഹിക്കണം, പോറ്റി പുലർത്തണം, കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, നാൾക്ക് നാൾ നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരണം, നാൾക്ക് നാൾ നിങ്ങളുടെ ജീവിത ബന്ധം ദൃഢമായി മാറണം. അങ്ങനെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇനി ജമീമയെ കുറിച്ച് ചോദിച്ചാൽ, ജമീമയും ഒരർത്ഥത്തിൽ ക്രിസ്തുവിന്റെ നിഴലാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിലും ദൈവവചനത്തിൽ പറയുന്നുണ്ട്. ദൈവവചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അതായത് സ്ത്രീയുടെ തല പുരുഷൻ എന്നാണ് ബൈബിൾ പറയുന്നത്, പുരുഷന്റെ തല ക്രിസ്തു എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് ക്രിസ്തുവിന്റെ തല ആരാണെന്നാ? പിതാവായി ദൈവമാണെന്ന്. ഒന്നുകൂടി ഞാൻ പറയാം, കേൾക്കണമേ. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല പിതാവായി ദൈവം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കർത്താവായി യേശു ക്രിസ്തുവും പിതാവായി ദൈവവും ഒന്നല്ലേ? ഒന്നാണ്. രണ്ടുപേരും ദൈവമാണ്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് ദൈവമായുള്ള സമാനത മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു, യേശു ക്രിസ്തുവിന്റെ തല ആരാണ്? പിതാവാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്കിവരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ ജമീമി ആയിരിക്കാം കൂടുതൽ ബുദ്ധിമതി, നമുക്ക് അറിഞ്ഞുകൂടാ. റാങ്ക് കിട്ടുന്ന ഒരു ഭൂരിപക്ഷം ആരാ? നിങ്ങൾ നോക്കിയാൽ മതി. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഡിഗ്രിക്കും മനോരമയിലും മാതൃഭൂമിയിലൊക്കെ റാങ്ക് കിട്ടുന്നവരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ 12 പേരുടെ ഫോട്ടോയിൽ 10 പേരുടെയും ആരുടെ ആയിരിക്കും? പെൺകുട്ടികളുടെ ആയിരിക്കും. ഒരുപക്ഷെ പലവിധ കഴിവുകൾക്കും വ്യത്യാസമുണ്ടാകാം. എന്നാൽ ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു ഒരു ദാസരൂപമെടുത്ത് പിതാവായ ദൈവം തന്റെ തലയെന്ന് പറയുന്നത് പോലെ ജമീമ ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്റെ തലയായി, തന്റെ ശിരസായി, ഫങ്ഷണൽ ഹെഡായി ആരെ അവരോധിക്കുകയാണ്? തോമസ് കുട്ടി അവരോധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അനുസരിക്കണം, കീഴ്പ്പെടണം, ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവവചനം ഒരിക്കലും തോമസ് കുട്ടി നീ ജമീമയെ കീഴടക്കണം, കീഴ്പ്പെടുത്തണം, എപ്പോഴും നീ എല്ലാ ദിവസവും നീ തന്നെയാണ് വലിയ ആളെന്ന് തെളിയിക്കാൻ വേണ്ടി അവളെ കുത്തി മുറിവേൽപ്പിക്കണമല്ലേ? കത്തി കൊണ്ട് കുത്തുന്ന കാര്യമല്ല, വാക്കുകൊണ്ട് താത്തിക്കെട്ടണം എന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഭാര്യയോട് പറയും കീഴടങ്ങിയിരിക്കണം. അത് ദൈവത്തിന്റെ വിശുദ്ധ സ്ത്രീകളുടെ ഏറ്റവും വലിയ അലങ്കാരമാണെന്ന് പറയുവാൻ ആഗ്രഹിക്കുക. വിനയം ഏറ്റവും നല്ല ഭൂഷണമാണ്, അത് അലങ്കാരമാണ്, അത് ദൈവകൃപ കൂടുതലായി കടന്നു വരുവാൻ ഉതകുന്നതായിരിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യമാണെന്ന് പറയുവാൻ, ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ 3 തരത്തിലുള്ള ആൾക്കാർ എൻ്റെ മുന്നിലുണ്ട്, എന്നെ കേൾക്കുന്നവരുണ്ട്. ഒന്ന്, ഇന്ന് വിവാഹം കഴിക്കുന്ന ഇവർ. മറ്റൊന്ന്, വിവാഹം കഴിഞ്ഞ ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വിവാഹം കഴിക്കാൻ പോകുന്ന ഒത്തിരി സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന യൗവനക്കാരായിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എന്നെ കേൾക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനപ്രകാരം ഒരു പുരുഷന്റെ
ഒരു ഭർത്താവിൻ്റെ കടമകൾ, ഒരു ഭാര്യയുടെ കടമകൾ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കി അത്തരത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായിരിക്കും. എഫെസ്യ ലേഖനം നിങ്ങൾ വായിച്ചാൽ മതി. ഈ സമയം ഇതൊക്കെ മുഴുവനായിട്ട് പഠിപ്പിക്കാനുള്ളൊരു സമയമല്ല. ഞാൻ തൊട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുക. ഒരു നിമിഷം അതൊന്ന് മാറ്റിയിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. എനിക്ക് ശേഷം കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പ്രിയ ദൈവദാസൻ വിവാഹ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉടമ്പടി ചെയ്യിപ്പിക്കും. ക്രിസ്തീയ വിവാഹത്തിന്റെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന കാര്യം ഇവർ തമ്മിൽ ചെയ്യുന്ന ഉടമ്പടിയാണ്. അതിനും ദൈവം തന്നെയാണ് സാക്ഷിയായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ മലാക്കിയുടെ പുസ്തകത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവൾ എൻ്റെ ഉടമ്പടിയുടെ ഭാര്യ. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടിയുടെ ഭാര്യ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നു. ഇത് രണ്ടും മലാക്കിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഉടമ്പടിയുടെ ഭാര്യ. പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്തിനും വെറുക്കുന്നു? വിവാഹമോചനത്തെ വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവര് രണ്ടുപേരും 2 ഇരുമ്പിന്റെ കഷ്ണമാണെങ്കിൽ ഈ സൗണ്ട് സിസ്റ്റക്കാരെ വിളിച്ചതുപോലെ തന്നെ ഒരു വെൽഡിംഗ് മെഷീനും ഒക്കെ ഉണ്ടെങ്കിൽ 2 പേരും കൂടി വെൽഡ് ചെയ്താൽ, ഏറ്റവും നല്ല സ്ട്രോങ് വെൽഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇവർ ആത്മാവുള്ള ദൈവം സൃഷ്ടിച്ച മനുഷ്യരായതുകൊണ്ട് ആത്മാവാകുന്ന ദൈവം ഇവരെ സംയോജിപ്പിക്കണം. എങ്ങനെയാണ് ദൈവം സംയോജിപ്പിക്കാൻ പോകുന്നത്? ഇവർ തമ്മിൽ പറയുന്ന ഉടമ്പടി, അതിൽ ഇവർ വിശ്വസ്തരാണെന്ന് ദൈവസന്നിധിയിൽ സത്യം ചെയ്ത് ഇവർ ഒന്നാകാൻ പോവുകയാണ്. അതാണ് പ്രാധാന്യം. ആ ഉടമ്പടിയാണ് വിലയേറിയതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഉടമ്പടിയാണ് പ്രധാനപ്പെട്ടത്. ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാനായിട്ട് ഇവർക്ക് 2 പേർക്കും ഈ ഭൂമിയിൽ വെച്ച് സാധിക്കില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. കേൾക്കണമേ, അനേകര് വിവാഹമോചനവും 2ാം വിവാഹങ്ങളും നടത്തിക്കൊടുക്കുന്ന ആത്മീയ ശുശ്രൂഷകർ ഒത്തിരി പേരുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവ് പറയുന്നത് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അത്രയും പരിശുദ്ധമായൊരു ബന്ധമാണ് ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്നത്. കേൾക്കണമേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ഭൂമിയിലായിരിക്കുന്ന സമയത്ത് കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്ന ചില പരീക്ഷന്മാർ ചോദിച്ചു, ഏതെങ്കിലും കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു ചെയ്യാനേ പാടില്ല. അപ്പൊ അവർ ചോദിച്ചു, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു ഉപേക്ഷണാപത്രമൊക്കെ കൊടുത്തല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞു ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ദൈവം അങ്ങനെയല്ല വിവാഹത്തെ സ്ഥാപിച്ചത്. പക്ഷേ മനുഷ്യരുടെ ഹൃദയകാഠിന്യം നിമിത്തം മോശ അതിനെ അനുവദിച്ചതാണ്. ഞാനോ നിങ്ങളോട് പറയുന്നു, കേൾക്കണമേ, ഞാനോ നിങ്ങളോട് പറയുന്നു. കർത്താവ് പറഞ്ഞതിന്റെ കർക്കശം ആയ കാര്യം പറയാനാണ് ഞാനത് പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നു, അധികാരത്തോടെ പറയാം, ഞാനും നിങ്ങളോട് പറയുന്നു, പരസംഗം ഹേതുവല്ലാതെ. മലയാളത്തിൽ പരസംഗം എഴുതിയിട്ടുണ്ട്. ശരിക്കും വാക്ക് ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയിൽ ഭാര്യയോ ഭർത്താവോ ഒരു ദുർനടപ്പുണ്ടായാൽ വേണമെങ്കിൽ വിവാഹം നടത്താതെ നോക്കാം. എന്നാൽ വിവാഹത്തിന് ശേഷം ഒരു വ്യഭിചാരം തന്നെ കണ്ടെന്ന് വന്നാലും
വിവാഹമോചനം നടക്കരുത്. വിവാഹം കൂടാതെ മാറി നിൽക്കുകയാണെങ്കിൽ പോലും വിവാഹം കൂടാതെ പാർക്കണമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ! ദൈവവചനത്തിന് നഗ്നമായ സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് വിശ്വസ്തരായി നാം ഈ ഉടമ്പടി ചെയ്യുമെങ്കിൽ, നമ്മൾ ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്. അതുകൊണ്ട് ജമീമയോടും തോമസ് കുട്ടിയോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന, ദൈവവചന വായന, ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ബലഹീനതയിൽ ദൈവം എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും അടുത്ത തുണയായി വന്ന് നമ്മെ സഹായിക്കും, ബലഹീനതയിൽ സഹായിക്കും, നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കും. ഉത്തമനായിരിക്കുന്ന ഒരു ഭർത്താവാകുവാനും ഉത്തമയായിരിക്കുന്ന ഒരു ഭാര്യയാകാനും നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം തോമസ് കുട്ടിയുടെ വീടാണ് ഇവിടെ, അല്ലേ? തോമസ് കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ എന്ത് കഴിച്ചത്? ഞങ്ങൾ ദൂരത്തുനിന്ന് വന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടുന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നത്. ജമീമയുടെ വീട് ഇറമാടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട്. സത്യത്തിൽ ജമീമ എവിടെ താമസിക്കാൻ പോകുന്നത്? തോമസ് കുട്ടിയുടെ വീട്ടിലല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ലളിതമായിട്ട് ഞാൻ ചോദിച്ചതെങ്കിലും വലിയ ആഴമേറിയ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ജമീമ തോമസ് കുട്ടിയുടെ വീട്ടിൽ താമസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ആത്മീയമായ ഉത്തരമുണ്ട്. കാരണം ഇത് സ്ഥാപിച്ചത് ആരാ? ദൈവമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ കാന്തനായിട്ട്, മണവാളനായിട്ട്, പാപമോചകനായിട്ട്, ഭർത്താവായിട്ട് സ്വീകരിച്ച വ്യക്തികൾ താമസിക്കേണ്ട സ്ഥലം എവിടെയാ? കർത്താവിനോട് കൂടെയാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ നിഴലാണ് എന്ത് ചെയ്യുന്നത്? ഈ ലോകത്തിലെ വിവാഹം. യഹൂദന്മാരുടെ വിവാഹം പഠിച്ചാൽ അറിയാം, പുരുഷന്മാർ ഒരു സംഘമായി വന്നിട്ട് മണവാളൻ മണവാട്ടിയെ കൊണ്ട് മണവാളന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അതാ കർത്താവ് പറഞ്ഞത്. എന്തെന്ന് കർത്താവ് ഉപമ പറഞ്ഞപ്പോ 10 കന്യകമാരുടെ ഉപമ പറഞ്ഞു. അവരെല്ലാം ഒരുങ്ങി നിന്നു. മണവാളൻ വന്നിട്ട് അവരെ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ഭൂമിയിൽ ഒരുക്കപ്പെടുന്ന പാപമോചനം ലഭിച്ച വ്യക്തി ജീവിതങ്ങളെ കർത്താവ് ഒരുക്കിയ വാസസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, അതിന്റെ നിഴലാണ് ഭൂമിയിൽ നടക്കുന്ന വിവാഹങ്ങൾ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ പ്രത്യേകിച്ച് കേൾക്കണമേ. വളരെ ലളിതമായിട്ടാണ് ഞാൻ പറയുന്നത്. വലിയൊരു ദൈവവചന പണ്ഡിതനൊന്നുമല്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ പല വിവാഹ ശുശ്രൂഷകൾ നടത്താനും വിവാഹ ശുശ്രൂഷ വേദികളിൽ ദൈവവചനം പങ്കുവയ്ക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലളിതമായിട്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഇതിനു വേണ്ടി വരുന്ന സമയത്ത്, ഹല്ലേലൂയ, ഞാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു ചോദ്യം കൂടി. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ജമീമ താമസിക്കേണ്ടത് എവിടെയാണ്? അതുവഴി ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ഒരുക്കുന്ന സ്ഥലത്തേക്ക് നാം പോകേണ്ടവരാണെന്ന്. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഇന്നെടുക്കുന്ന തീരുമാനം വിവാഹിതരായി കഴിഞ്ഞാൽ ഒരിക്കലും ഡിവോഴ്സോ വിവാഹമോചനമോ വേർപിരിഞ്ഞുള്ളൊരു ജീവിതമോ ഇവർ സ്വപ്നം കാണുകയോ ആരെങ്കിലും ഉപദേശിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണമെന്ത്? ലളിതമായൊരു ചോദ്യം. പലരും പറയുന്നുണ്ടോ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്ത് എക്സെപ്ഷണൽ കേസ്? വിദേശത്ത് എന്നാൽ ശുശ്രൂഷകരടക്കം അനേകർ വിവാഹമോചനം നടത്തുന്നു. എന്തിനു പറയുന്നു? ഈ എറണാകുളം ജില്ലയിൽ തന്നെ, കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ അനേക സഭകളിൽ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ മക്കൾ പോലും വിവാഹമോചനം നടത്തി വീണ്ടും വിവാഹം കഴിക്കുന്നു. നഗ്നമായ സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ജമീമയും തോമസ് കുട്ടിയും ഒരിക്കലും വിവാഹമോചനം ചെയ്തുകൂടാ? വേറിട്ട് താമസിച്ചുകൂടാ? കയ്പായിരുന്നു കൂടാ?
അതിനും എനിക്കൊരു ഉത്തരമുണ്ട്. എന്തെന്നറിയാമോ? കേൾക്കണമേ. കർത്താവ്, ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അവൻ വാനമേഘങ്ങളിൽ വരും. ഇതല്ലേ ക്രിസ്ത്യാനിയുടെ പ്രത്യാശ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാന്തയായ സഭ ആരോടുകൂടെ ചേർക്കപ്പെടും? ഇല്ലേ? സംശയമുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ, അങ്ങനെ ചേർത്ത മണവാട്ടിയെ എന്റെ യേശു പിന്നെ നിത്യതയിൽ എപ്പോഴെങ്കിലും വേർപിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. എന്റെ യേശു കാന്തയായ സഭയെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാരണം ചൊല്ലിയും വേർപിരിക്കുകയില്ല. നിത്യകാലം അവരോടുകൂടെ വസിപ്പാൻ അവർ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ടത്രേ വിവാഹ ജീവിതത്തിൽ വിവാഹമോചനത്തിനോ ഡിവോഴ്സിനോ ഒരു കാരണവും ഹേതുവല്ല എന്ന് കർത്താവ് തറപ്പിച്ചു പറയുവാൻ കാരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുന്ന സ്നേഹമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ താങ്ങും തണലും. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. വിശുദ്ധനായ പൗലോസ് കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതിയപ്പോൾ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 14-ാം അധ്യായത്തിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് എങ്ങനെയോ ഒരു അധ്യായം ഓടിക്കേറി വന്നിരിക്കുക, 13-ാം അധ്യായം. ആ അധ്യായമാണ് ലോക ചരിത്രത്തിൽ സ്നേഹത്തിന്റെ നിർവചനം. ഹല്ലേലൂയ. സ്നേഹം എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ എടുത്തു പറയാൻ മടിക്കരുത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം കേട്ടോ. സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സകലതും പൊറുക്കുന്നു, ഒന്നും മോശമായി കാണുന്നില്ല. അതൊന്ന് വായിച്ചു നോക്കും. അത് നമ്മുടെ പേര് വെച്ച് അത് വായിക്കണം. അങ്ങനെ സ്നേഹത്തോടെ ജീവിച്ചാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതിൽ നിലനിൽക്കുന്നത് സ്നേഹം. സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് ദൈവം ജെമിമയെയും തോമസ് കുട്ടിയെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.